രേണു സുധീനെ കുറിച്ച് രണ്ട് വാക്കിന്റെ ഫാൻസ് പറയണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. രേണു സുധീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഒരു കഴിവില്ല. സുധിച്ചേട്ടൻ്റെ കാര്യമില്ല പറഞ്ഞാൽ രേണുവിൻ്റെ കാര്യം. രേണുവിന് ഒരു കഴിവില്ല, എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നത്. അത് പിന്നെന്താ പറഞ്ഞാൽ അലിൻ ജോസ് ഒക്കെ കാരണമാണ് പുള്ളിക്കാരത്തിനെ അറിയപ്പെട്ടത്. രേണു സുധി എന്ന് പറയുന്ന ആ പേരിൽ ഭർത്താവിൻ്റെ ഒരു പേരിലാണ് നമ്മളൊക്കെ അറിഞ്ഞതും. പക്ഷെ ഫേമസ് ആയത് അലിൻ ജോസ് ആറാട്ടണം കാരണം. പക്ഷെ ഇപ്പം പുള്ളിക്കാരത്തിക്ക് അവർ നോർമലി അലിൻ ജോസ് ഏതാ വെച്ചാൽ ഏതാ അലിൻ ജോസ് ഏതാ ആറാട്ടെന്നേ പറയുള്ളൂ. ആ യൂണിവേഴ്സിൽ നിന്നാണ് വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറേ സബ്സ്ക്രിപ്ഷൻ വന്നില്ലേ പെണ്ണുങ്ങളത്. സത്യം പറഞ്ഞാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സാധാ ഇടുന്ന പോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നത് വെറുതെ 150, 200, 300 കൊടുത്ത് നിങ്ങൾ എന്തിന് ഈറ്റിങ്ങളെ സബ്സ്ക്രിപ്ഷൻ. ഇവർ മാസങ്ങളിൽ 4 ലക്ഷം 5 ലക്ഷം ഉണ്ടാക്കും. കാറും വീടും ഫ്ലാറ്റും എല്ലാം വാങ്ങും. നിങ്ങളെ പൊട്ടന്മാരൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരാണ് മോട്ടൽ വെട്ടി അടിക്കേണ്ടത്. മോട്ടൽ വെട്ടി തലങ്ങും അടിക്കണം ഈ നായ്ക്കളെ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ എന്താ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വിജയിപ്പിക്കുക. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട പെൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇങ്ങനത്തെ എന്താ പറഞ്ഞാൽ രീതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയേണ്ട പറഞ്ഞു രേണു സുധീനൊക്കെ എന്തിന് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. ഈ സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്താ പറഞ്ഞാൽ നിരോധിക്കുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ ഇവർ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വേർക്കാണ്ട്. ഈ രേണു സുധി മാത്രമല്ല കുറേ പെണ്ണുങ്ങൾ ഇപ്പോൾ ഇതിൽ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ട് ഇതൊക്കെ സന്താന ലൈംഗിക ദാരിദ്ര്യമുള്ള ആണുങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഈറ്റിങ്ങൾ ജീവിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഇവർ എവിടെ എത്തൂല. സത്യം പറഞ്ഞാൽ എന്താണ് ഞാനൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യാതെ എനിക്ക് അഭിമാനമുണ്ട്. എന്താ പറഞ്ഞാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സാധനം തന്നെ ഇതിലിടുന്നുള്ളൂ, അല്ല വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരൊക്കെ തോജങ്ങും വരും അടിക്കണം. ഈറ്റിങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കോടികൾ ഉണ്ടാക്കി ജയിപ്പിക്കുന്നു. ഈറ്റിങ്ങളൊക്കെ പണിയെടുത്ത് ജീവിക്കട്ടെ. ഇതൊക്കെ ഒന്ന് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഈറ്റിങ്ങൾ താണി അഹങ്കാരം നോക്കും, കുട്ടിയൊക്കെ ഇറങ്ങി പോയിക്കോളും. ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരോട് ഒന്നും പറയാല്ലേ, വിവരം കേട്ടവന്മാർ.